ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്ട്രോബെറി ഫ്യൂഷൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു പാൻകേക്ക് റെസിപ്പിയാണ്. നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പാൻകേക്ക് റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നമ്മൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ, ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ അടുത്ത് വരും ഇത്, 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, 4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും കട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിനെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറെ ബൗളിലേക്ക് നമുക്ക് ഒരു മുട്ട, ഫുൾ മുട്ടയാണ്, എഗ് വൈറ്റും യെല്ലോ ഒക്കെ എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 50 ഗ്രാം മെൽറ്റഡ് ബട്ടറാണിത്, അൺസാൾട്ടഡ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 300 ml, ഏകദേശം ഒരു 1.25 കപ്പ് പാല്. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കണം. നമ്മൾ എഗ്ഗ് നിങ്ങൾക്ക് അറിയാമല്ലോ, വൈറ്റ് വേറെ യെല്ലോ വേറെ ഒക്കെ നിൽക്കും, അങ്ങനെ നിൽക്കാൻ പാടില്ല. ഇനി നമ്മൾ ഇത് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിലേക്ക് കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കാം. നമ്മുടെ ബാറ്റർ നല്ല സ്മൂത്ത് ആയിരിക്കണം, ഒരു കട്ട ഒന്നും ഉണ്ടാവാൻ പാടില്ല. നല്ലപോലെ എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ബാറ്റർ ആയിരിക്കണം. നല്ലപോലെ നമുക്ക് മിക്സാക്കി എടുക്കാം. ഇനി ലാസ്റ്റ് നമ്മളതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സാൾട്ട് ചേർക്കുന്നുണ്ട്, ഒരു നുള്ളുപ്പ്, നമ്മൾ ആ ഷുഗറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ, നല്ല സ്മൂത്താണ്. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു തവി മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലായിരിക്കണം, ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിലാകുമ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ബ്രൗൺ കളർ കിട്ടില്ല. ഹൈ ഫ്ലെയിം ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞും പോവും. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഒരു ഡോട്ട് വരുമ്പോൾ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല കറക്റ്റ് കളർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളർ ഉണ്ടെങ്കിൽ നമ്മൾ പാൻകേക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഞാനിവിടെ കറക്റ്റ് പറയുകയാണെങ്കിൽ 1 മിനിറ്റാണ് കേട്ടോ ഫസ്റ്റത്തെ സൈഡ് കുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് ഹണി കൂടെ മുകളിൽ വെച്ചിട്ട് സെർവ് ചെയ്യാം, ഹണി തേൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.